പക്ഷേ ചലച്ചിത്ര നടി ശ്വേതാ മേനോൻ അവർ അഭിനയിച്ച സിനിമകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 10-12 വർഷം മുമ്പ് അഭിനയിച്ച സിനിമകൾ പോലും ഇപ്പോൾ പോൺ സൈറ്റുകളിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാണ് ഒരു വിദ്വാൻ പരാതിയും കൊണ്ട് പോയേക്കുന്നത്. അവരവരുടെ കരിയർ തുടങ്ങുന്ന ഒരു മോഡൽ എന്ന നിലയിലാണ് അവർ ആ സമയത്ത് ഒരു കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചു. അത് വലിയ അപരാധമായി ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, ഈ നഗ്നതാ പ്രദർശനവും ലൈംഗികതയും അത് ഈ സ്ത്രീകളുടെ മാത്രം കുത്തകയാണോ? പുരുഷന്മാരും ഇതേ സമാനമായ രീതിയിൽ ഇപ്പോൾ മലയാളത്തിലെ അഭിനേതാക്കളടക്കം അത്തരം രംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ സെൻസർ ചെയ്ത് സിനിമകളായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഒരു സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ശ്വേതാ മേനോൻ മാത്രം ഒരു ഇരയാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ സത്യമാണ്. ഇപ്പോൾ പ്രേമൻ മാത്രമല്ല, നമ്മുടെയൊക്കെ മാധ്യമ പ്രവർത്തകന്മാരുടെ രോഷമാണ് ആദ്യം ആളിക്കത്തേണ്ടത്. ഒരു മാധ്യമ പ്രവർത്തകനാണ് അത്രേ ഈ ശ്വേതാ മേനോനെതിരെ കോടതിയിൽ പോയിരിക്കുന്നത്. എന്താണ്? മാർട്ടിൻ അയാൾ പൊതുപ്രവർത്തകനാണെന്നാണ് അവകാശം. പൊതുപ്രവർത്തകനല്ല, അയാൾ മാധ്യമ ലോകത്തിന് അപമാനമാണ്. കിട്ടുമെങ്കിൽ ഈ നമുക്ക് കിട്ടാവുന്ന മാധ്യമ പ്രവർത്തകന്മാരെ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ഒരുപടി തലങ്ങളുണ്ടല്ലോ ആ ചോദ്യത്തിന്. എന്തൊരു വൃത്തികേടെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു. ഏതാണ് ഈ അമ്മ? നടന്മാരുടെ സംഘടന. ഒരു നല്ല ട്രാക്ക് റെക്കോർഡൊന്നും അല്ല അവർക്കുള്ളത്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കീഴെ ഒരു തരം ഉപഗ്രഹങ്ങളായിട്ട് വലിയൊരു ലൈം ലൈറ്റിൽ നിന്നൊരു സ്ഥാപനമാണ്. താരത്തിളക്കം കൊണ്ട് മാത്രം നിലനിന്നു ഒരു സ്ഥാപനം. കുറെ പാവപ്പെട്ട പഴയ കലാകാരന്മാരെ സഹായിക്കുന്നുണ്ട്, നല്ല കാര്യം. സൂപ്പർ സ്റ്റാറുകൾ ഇല്ലെങ്കിൽ അതില്ല. മാത്രമല്ല അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താ? എങ്ങനെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായത്? അതിനകത്ത് നമ്മുടെ മലയാള സിനിമാ ലോകം അധാർമികതയുടെ കൂടാരമാണെന്ന് തെളിഞ്ഞില്ലേ? മാത്രമല്ല അമ്മയുടെ തലപ്പത്തിരുന്ന ഒട്ടേറെ പേര്, ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, അവർ സ്ത്രീ വിരുദ്ധരാണെന്നും സ്ത്രീ പീഡകരാണെന്നും തെളിഞ്ഞില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അമ്മയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമ്മയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ മഹാരാജാക്കന്മാർ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? അതാരും മത്സരിക്കാനൊന്നും സാധ്യതയില്ല എന്നാണല്ലോ. മത്സരിക്കാൻ ആളുണ്ടായി എന്ന് മാത്രമല്ല, മത്സരിക്കാൻ സ്ത്രീകളുണ്ടായി. പ്രസിഡന്റ് പദവിയിലേക്ക് മാത്രമല്ല, പ്രസിഡന്റ് പദവിയിലേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സിലേക്ക് സാന്ദ്ര തോമസ് വന്ന് മത്സരിച്ചില്ലേ? അമ്മയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് പെൺകുട്ടികൾ തയ്യാറായി വരുന്നു. അവർ പോരാളികളാണെന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ശ്വേതാ മേനോനെ പോലെ ഒരു ഗ്ലാമറുള്ള ഒരു താരം, നല്ല നടിയായി ട്രാക്ക് റെക്കോർഡ് ഇട്ട ഒരാൾ, അവര് ഇതിന്റെ തലപ്പത്ത് വന്നാൽ ഈ സൂപ്പർ സ്റ്റാറുകൾ ഭരിച്ച പോലെ ഒന്നും ആവില്ല. സമാധാനത്തോടെ. മാത്രമല്ല അവര് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു നടിയാണ്. അവര് കൃത്യമായ നിലപാടുള്ളൊരു നടി കൂടിയാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഇവർക്കെതിരായി കോടതിയിൽ പോയിട്ടൊരു കേസ് കൊടുക്കുക. എന്നാൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു വല്ല അക്രമവും കാണിച്ചു, വല്ല ക്രൈമും കാണിച്ചു, വല്ല അവരുടെ പ്രൊഫഷനോട് നീതി കാണിച്ച് അങ്ങേയറ്റം അന്തസ്സോടെ പണിയെടുത്ത് കലാമൂല്യം അവരുടെ സർഗശേഷി തെളിയിച്ച ഒരു നടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സിനിമ. ആ സിനിമ ഏതാണ്? ഇന്ത്യയിലെ മുഴുവൻ സെൻസർ ബോർഡും കടന്നു വന്ന സിനിമ, ഇന്ത്യയിലെ മുഴുവൻ തിയേറ്ററുകളും നിറഞ്ഞോടിയ സിനിമ. കൊലപാതകം. പിന്നെ വേറൊരു സിനിമയുടെ ആലോചിച്ച് നോക്കൂ, രതി നിർവേദം. നമ്മൾ എപ്പോഴാണ് ഈ രതി കുറ്റകരമായി തീരുന്നത്? രതി വൾഗറാവുമ്പോഴാണ്. അത് ചെയ്യുമ്പോൾ മാത്രമല്ല, അതിനെ ആവിഷ്കരിക്കുമ്പോഴും. അല്ല, എന്റെ സംശയം ഇത്രേ ഉള്ളൂ മാഷേ, രതി നിർവേദത്തിൽ ശ്വേതാ മേനോൻ ഒറ്റയ്ക്കല്ലോ ഇത്തരം രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഒരു നടനും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നടൻ. ആ നടൻ എന്താണ് പ്രത്യേകത? അയാളും ഈ രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ലൈംഗികത അനുഷ്ഠിക്കാനാവുമോ എന്നൊക്കെ ആ ചോദ്യം വളരെ പ്രധാനമാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യം ആലോചിച്ച് നോക്കൂ. രതി ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട എല്ലാ കലാരൂപങ്ങളും മനോഹരമാണ്. ഇപ്പോ ഈ രണ്ടാം ഊഴത്തില് ഹിഡുംബി എന്ന് പറയുന്ന ഒരു കാമുകി ഉണ്ടല്ലോ, ഭീമന്റെ. അവര് തമ്മിൽ ഒരു രതിയുണ്ട്. ആൽമരത്തിൽ ഒരു ഉഗ്ര സർപ്പം വരിഞ്ഞു മുറുക്കുന്ന ഒരു രതി ഗംഭീരമായി ചെയ്താൽ ഗംഭീരമാണ്. അത് ജീവിതത്തിൽ മാത്രമല്ല കലയിലും. രതി ആഭാസകരമായി ചെയ്യുന്നത് പോലെ തന്നെ രതി ആക്രാമകമായി ചെയ്യുന്നത് പോലെ തന്നെ മാരകമാണ് രതി മോശമായി ആവിഷ്കരിക്കുമ്പോഴും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവർ ചെയ്ത സിനിമകൾ. ഞാൻ ഈ ബോറൻ കോയി കൊടുത്ത കേസിലെ സിനിമകളുടെ പേര് വായിച്ചപ്പോഴേ എനിക്ക് രോഷം കൊണ്ടത്. ഞാൻ പലതവണ കണ്ട് ആസ്വദിച്ച സിനിമകളാണ് ഇതൊക്കെ. രതി നിർവേദം ഞാൻ ഒരു വട്ടം കണ്ടു. അതേ സമയത്ത് പാലേരി മാണിക്യം റെക്കോർഡ് ഇട്ട സിനിമയല്ലേ ആ നോവൽ വന്ന കാലത്ത് ഞാൻ 3 വട്ടം നോവൽ വായിച്ചിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടാണ് സിനിമയാകുന്നത്. സിനിമയും മമ്മൂട്ടിയുടെ കരിയറിലൊക്കെ ഒരു വലിയ സംഗതിയല്ലേ. 3 വേഷങ്ങൾ ഒരുമിച്ച് ഒരു നടൻ, ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്നു. അതിനുവേണ്ടി വലിയ മേക്ക് ഓവർ നടത്തുന്നു. മമ്മൂട്ടിക്കെതിരെ കേസില്ല.
അല്ല ഞാൻ പറയുന്നത് മമ്മൂട്ടിയാണല്ലോ വേണമെങ്കിൽ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറയുന്നത്, എന്നിട്ട് ഇവരുടെ പൊക്കിളിന് നേരെ കാലുകൊണ്ട് പെരുമാറുന്നതൊക്കെ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കല്ല കേസ്, ഇവർക്കാ കേസ്. ആ വേഷത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പാലേരി മാണിക്യം കണ്ടിറങ്ങിയപ്പോൾ ആ വേഷം ഇവർക്കല്ലാതെ ആർക്ക് മലയാളത്തിൽ അന്ന് ചെയ്യാൻ പറ്റും നമുക്ക് ചിലത് തോന്നാറുണ്ടല്ലോ. മനോഹരമായിട്ട് ചെയ്തൊരു സിനിമയാണ്. വേറൊന്ന് വന്നത് കളിമണ്ണാണ്. മഹാ റെക്കോർഡല്ലേ ആ സിനിമ. ആലോചിച്ചു, പ്രസവം ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഗർഭം ചിത്രീകരിക്കുക, അങ്ങനെയുള്ള ആ ബയോളജിക്കലായിട്ടുള്ള വലിയ ഒരു മെറ്റമോർഫസിസ് ഉണ്ടല്ലോ. സുന്ദരിയായ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു, ഗർഭകാലം എന്ന് പറയുന്ന ഒരു പീഡയുടെ കാലം അവർ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിമനോഹരമായ ഒരു ജന്മം ഉണ്ടാകുന്നു. പ്രസവിക്കപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഭൂമിയിൽ? പ്രസവം തയ്യാറായി, സ്വന്തം പ്രസവം തന്നെ ചിത്രീകരിക്കാൻ അനുമതി കൊടുക്കുകയും അത് അവതരിപ്പിക്കാൻ തയ്യാറായി എന്ന് പറയുന്നതിന് അവരെ തൊഴിലല്ലേ വേണ്ടത് ആ നടിയുടെ മുമ്പിൽ? അതെ മാഷെ, മലയാളത്തിൽ ഇറങ്ങിയ ഒരു ക്ലാസിക് സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സിനിമയാണ് സ്ഫടികം. അതിൽ മോഹൻലാലും സിൽക്ക് സ്മിതയും പങ്കെടുക്കുന്ന രംഗങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ ഒരു കണ്ണു വെച്ച് നോക്കിയാൽ അതും പ്രശ്നമാണ്. കണ്ടുപിടി. ഞാൻ പറയുന്നത് ഈ മാതിരി ആളുകളുടെ കണ്ണുകൊണ്ട് ഇമാതിരി അറുബോറന്മാരുടെയും വരണ്ട മനസ്സുള്ള മനുഷ്യരുടെയും കലാബോധമില്ലാത്തവന്റെയും ഒക്കെ കണ്ണിൽ ഏതാണ് അശ്ലീലമല്ലാത്തത്? പിന്നെ ആ കാമസൂത്ര ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റുകളും എല്ലാ കാലത്തും അംഗീകരിച്ച് ഔദ്യോഗികമായി ജനങ്ങളുടെ ക്ഷേമത്തിനും കുടുംബാസൂത്രണത്തിനും വേണ്ടി നടപ്പാക്കുന്ന ഒരു ഏർപ്പാടാണ്. സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ്. അതിലെന്തോ ചെറിയ ഒരു എമൗണ്ടിനാണ് ഇവർ അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി പരസ്യത്തിന് നിൽക്കുന്നത്. അത് രാഷ്ട്ര സേവനാണ്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല മാഷെ, മാഷും ഞാനും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നു, രോഷം കൊള്ളുന്നു. ഈ സിനിമാ രംഗത്തുള്ള ഒരു കുഞ്ഞു പോലും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല മാഷെ. സംശയാസ്പദമാണ്, ന്യായമാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇതിന്റെ പിന്നിൽ ഇപ്പോ സംശയിക്കാവുന്ന ഒരു കാര്യം എന്താണ്? ദേവനും ശ്വേതാ മേനോനും മത്സരിക്കുന്നു. അത് ദേവന് ജയിക്കാൻ ശ്വേത ജയിച്ചു കളയുമോ എന്ന പേടി കൊണ്ടാണോ? പക്ഷേ ദേവൻ കലാകാരന്റെ ബോധം കാണിച്ചു. ഇന്ന് കണ്ടോ, ദേവന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. ശ്വേത ലക്ഷണമൊത്ത കലാകാരി എന്ന നിലയിലാണ് അവര് സിനിമയിൽ അഭിനയിച്ചത്. അവരോടൊപ്പമാണ് ഞാൻ എന്ന് ദേവൻ പറഞ്ഞു. അല്ലെങ്കിൽ വേറെ കുഴപ്പമുണ്ട്, ഇല്ലെങ്കിൽ ദേവനാണോ അതിന്റെ പിന്നിൽ എന്ന് ദുഷ്പേര് വരും. ദേവൻ കൃത്യമായിട്ട് അവരുടെ കൂടെ വന്നു. ഒന്ന്, ഞാൻ വിചാരിക്കുന്ന ദേവനല്ല, ദേവനേക്കാൾ വലിയ ദേവേന്ദ്രന്മാരാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്താ കാരണം എന്നറിയോ? അമ്മയുടെ തലപ്പത്ത് ശ്വേതയെ പോലൊരാൾ വന്നാൽ ഇവരുടെ ചിത്രം മാറും, ഇവരുണ്ടാക്കി വെച്ച ട്രാക്ക് റെക്കോർഡ് മാറും, അമ്മ അന്തസ്സുള്ളൊരു അമ്മയായിട്ട് മാറും. അത് സഹിക്കാത്ത ആരൊക്കെയോ ഇതിന്റെ തലപ്പത്തുണ്ട്. പ്രത്യേകിച്ച് ലക്ഷണമൊത്ത ജന്മം മുതൽ ക്രിമിനലുകളാണെന്ന് തെളിയിച്ചവർ പലരും അതിന്റെ തലപ്പത്തുണ്ടായിരുന്നല്ലോ. അതെ, അവരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടാവണം. ഈ ബോറൻ ഇവൻ എന്താണ്, മാധ്യമപ്രവർത്തകനാണ് അത്ര അല്ല മാഷെ. എന്റെ ഒരു സംശയം കൂടി, ഇത് പ്രഥമ ദൃഷ്ടിയ ഒരാൾക്ക്, കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇത് കേസ് നോക്കിയാൽ ഇതൊരു കഴമ്പില്ലെന്ന് മനസ്സിലാവില്ല. കോടതി ഇടപെട്ട് പോലീസിനോട് നിർദ്ദേശിക്കുന്നു ഇതിൽ കേസെടുക്കണമെന്ന്. അതിലൊരു കുഴപ്പമില്ലേ? ഉണ്ടെന്നേ. ഇതിലൊക്കെ വൻകിടക്കാർ സ്വാധീനിക്കുന്നു. ഇപ്പൊ മലയാളത്തിലെ കോടതിയെ ഒക്കെ സ്വാധീനിക്കുന്നതിൽ നമ്മുടെ വമ്പൻ താരങ്ങൾ ഒട്ടും പുറകിലല്ല എന്നറിയാമല്ലോ. എത്ര കേസിൽ നമ്മൾ കണ്ടതാണ്, എത്ര കേസിൽ. അതും അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ബലാത്സംഗം തൊട്ട് അതിന്റെ ഷൂട്ടിംഗ് തൊട്ട് ഡ്രഗ് മാഫിയ തൊട്ട് എത്ര കേസുകളിൽ നിന്നാണ് അവർ ഊരിപ്പോകുന്നത്. അവരൊക്കെ തന്നെ ആയിരിക്കണം ഈ കേസ് എടുപ്പിച്ചതിന്റെ പിന്നിൽ. ഒരു കോടതി നീതിപീഠത്തിന് പകരം അനീതിയുടെ പീഠമാകുക. വലിച്ചെറിയണ്ടേ, ചവറ്റുകൊട്ടയിൽ എറിയാൻ പറയണ്ടേ? എന്താ കേസ്? ഇന്ത്യയിൽ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു കലാകാരി, അവർക്ക് നിയമപ്രകാരം സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുത്ത സിനിമ, ആ സിനിമയിൽ അഭിനയിച്ചത് അശ്ലീലമാണെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ഇവരാണ്. കോടതിയുടെ പണിയാണോ അത്? അതാണെങ്കിൽ അന്ന് സെൻസർ ചെയ്തൂടെ? അതാണ് ഒരു പ്രധാനപ്പെട്ട. ഇതിന്റെ പിന്നിൽ വമ്പന്മാരുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അവരെ അത് അമ്മയിലേക്ക് ജയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ കരിയർ തന്നെ നശിപ്പിക്കാൻ. ഒരു കാര്യം കൂടി, സൂപ്പർ സ്റ്റാറുകൾ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ സൂപ്പർ സ്റ്റാറുകൾ മതി. മനുഷ്യനെ ശ്രദ്ധിക്കുകയും അന്തസ്സുള്ള അധികാര സ്ഥാപനങ്ങളിൽ ഒക്കെ തലപ്പത്തിരിക്കുകയും ഒക്കെ ചെയ്യാൻ കൊള്ളാവുന്ന സ്ത്രീകൾ വരുന്നതിന് ഈ തമ്പുരാക്കന്മാർ എന്നും എതിരാണ്. അവർക്ക് പാദസേവ ചെയ്യാനും അങ്ങനെയല്ല. ഈ ചില സിനിമ ഡയലോഗ് പോലെ എന്റെ മക്കളെ പെറ്റ് പോറ്റാൻ എന്ന് പറയുന്ന എടുത്ത് തൊഴിക്കാൻ അതിനാണ് സ്ത്രീ എന്ന വിചാരവുമായി, മനുഷ്യവിരുദ്ധമായ വിചാരവുമായി നടക്കുന്ന തമ്പുരാക്കന്മാർ ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. അവരുടെ പണം വാങ്ങിയിട്ടായിരിക്കണം മാധ്യമ ലോകത്തിന് അപമാനമായ ഒരുത്തൻ ഹൈക്കോടതിയിൽ ഈ കേസുമായി ചെന്നവനെ ഓടിച്ചില്ല എന്നത് ഹൈക്കോടതി ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് നീതിപീഠത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, ഒരു കാരണവശാൽ ഈ കേസ് ഫയലിൽ സ്വീകരിച്ചതോടുകൂടി കേരള ഹൈക്കോടതി അതിൻ്റെ മുഴുവൻ അന്തസ്സും കളഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. നീതിപീഠത്തെ വിചാരണ ചെയ്യാൻ കലാസ്വാദകർ
ഒറ്റക്കെട്ടായി വമ്പിച്ച ശബ്ദമുയർത്തിയിട്ട് തെരുവിലിറങ്ങുന്ന ഒരു ചിത്രം. കോടതിക്കെതിരായി ഇതുവരെ മലയാള സിനിമയിൽ ഒരു സമരവും നടന്നിട്ടില്ല. അത് നടക്കുന്ന ഒരു പക്ഷേ ഈ വിഷയത്തിലായിരിക്കും.